പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേയ്ക്ക് നന്ദി പറയും. ആഗമനകാലത്തിലെ ആദ്യത്തെ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും പ്രകാശമായി മാറുവാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും. ദേവാലയങ്ങളിൽ ഭവനങ്ങളിൽ നിന്ന് പ്രതിഷ്ഠിക്കപ്പെടുന്ന മെഴുകുതിരി ഞങ്ങൾ ഓർക്കും. 3 വയലറ്റ് കളറിലെ തിരിയും, ഒരു റോസാ തിരിയും, ഒരു വെള്ളത്തിരിയും, അതിൻ്റെ നടുവിലായി ഒരു റീത്തും. ഇത് സൂചിപ്പിക്കുന്നത് ദൈവമേ, നിൻ്റെ അനന്തമായ കാരുണ്യത്തെയാണെന്നറിയുന്നു. റീത്ത് റൗണ്ടാകൃതിയിൽ, പരിധികളില്ലാത്ത ദൈവം, തുടക്കവും ഒടുക്കവുമില്ലാത്ത ദൈവം. ആ ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ് റീത്ത്. വയലറ്റ് തിരികൾ സൂചിപ്പിക്കുന്നു പ്രത്യാശയോടുകൂടി കാത്തിരിക്കുവാൻ, ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുവാൻ, വിശുദ്ധിയോടുകൂടി കാത്തിരിക്കുവാൻ, നന്മ ചെയ്ത് ജീവിക്കുവാൻ. റോസ് തിരി 3-ാമത്തെ ആഴ്ചയിലാണ് കത്തിക്കുക. ഇത് ആഗമനകാലത്തിലെ സന്തോഷത്തിൻ്റെ ഞായറിനെ സൂചിപ്പിക്കും. ദൈവം ആഹ്ലാദിക്കുവാൻ, റിജോയ്സ്, ഐ സേ റിജോയ്സ്, എഗെയിൻ ഐ സേ റിജോയ്സ് എന്ന് പറയുമ്പോൾ സന്തോഷിക്കുവാനായിട്ട് പ്രത്യേകമായിട്ടും സഭ 3-ാമത്തെ ഞായറാഴ്ചയിൽ സഭാമക്കളോട് ആവശ്യപ്പെടുക. അതാണ് റോസ് തിരി കണ്ട് മനസ്സിലാക്കുക. വെള്ളത്തിരി സൂചിപ്പിക്കുന്നത് പരിശുദ്ധിയാണ്, രക്ഷകൻ്റെ വരവിനെയാണ്. ഈ രക്ഷകൻ്റെ വരവിന് ഒരുങ്ങുന്ന ഓരോരുത്തരും ഇതുപോലെ പരിശുദ്ധരായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. ഈ അടയാളങ്ങളൊക്കെ നാം ആചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും ചൈന്യവും നിറഞ്ഞു ജീവിക്കുവാൻ നമ്മളെ വിളിക്കുക. നാം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ദിവസത്തിൽ ആഹ്ലാദത്തോടും ആനന്ദത്തോടും അവിടുത്തെ വരവേൽക്കാൻ നമുക്ക് കാത്തിരിക്കാൻ ഒരുങ്ങാം. ജാഗരൂകതയോടുകൂടി, വിശുദ്ധിയോടുകൂടി, സൽപ്രവർത്തികളോടുകൂടി രക്ഷകനെ നമുക്ക് സ്വീകരിക്കാം. അതിന് നമ്മെ വിളിച്ച ഈ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കാം. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തപാടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.